വീട്ടിൽ നിന്ന് മാറി ഒരു അടിപൊളി കാർ പോർച്ച് ന്യൂ മോഡൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ ലോ കോസ്റ്റ് ചെയ്തേക്കണ ഒരു അടിപൊളി കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി കാർ പോർച്ച്, അത് ലോ കോസ്റ്റ് ചെയ്തേക്കണ കേട്ടോ. ഏകദേശം നമുക്കൊരു 60,000 രൂപയിൽ താഴെ ചെയ്യാൻ പറ്റിയ ഒരു 2 കാർ ഇടാൻ പറ്റിയ ഒരു നല്ല അടിപൊളി കാർ പോർച്ച്. ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് സീലിംഗ് ഇല്ലാതെ, അതുകൊണ്ടാണ് നമുക്ക് കോസ്റ്റ് ഇത്രയും കുറച്ച് കിട്ടിയത്. അപ്പം നമ്മുടെ കാർ പോർച്ച് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 അടിയുടെ ഷീറ്റ്, 18 അടി വീതിയും 20 അടി ഇങ്ങനെ നീളമാട്ടോ. 20 അടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 20 അടിയുടെ 6 മീറ്ററാണ് നമ്മൾ പട്ടിക ഇട്ടേക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളു വരുന്നത് ഏകദേശം ഒരു 16.5 അടി നമുക്ക് ഉള്ളു കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാറ് സുഖമായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു കാർ പോർച്ചിൻ്റെ കേട്ടോ ഇന്നത്തെ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഹൈ ലെവൽ വലിയ ഹെവി പൈപ്പുകൾ ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടിക ഫുള്ള് നമ്മൾ 4 ഗ്രണ്ടിൻ്റെ ആയിട്ട് ഉപയോഗിച്ചേക്കണം. അത് ഫുൾ പൈപ്പ് നീട്ടിയിട്ട് 6 മീറ്റർ നീളത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള നമ്മൾ കട്ടിംഗ് ഒന്നും ഇല്ലാത്ത രീതിക്ക് ഫുള്ള് 6 മീറ്ററിൻ്റെ പൈപ്പാണ് നമ്മൾ ഇട്ടേക്കണത്. അതും 1 2 3 4 5 6 7 പട്ടിക കിട്ടാൻ പാകത്തിനാണ് നമ്മൾ ഇട്ടേക്കണത്. അതേപോലെ ഈ സൈഡിൽ വന്നേക്കണത് 4 സ്ക്വയർ ട്യൂബാണ് നമ്മൾ കൊടുത്തത്. 6 വരുമ്പോൾ പിന്നെയും നമുക്ക് കോസ്റ്റ് കൂടും. അതുകൊണ്ട് നമ്മൾ 4 സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ 4 ഗ്രണ്ടിൻ്റെ 2 കഴിക്കോല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റും ബോർഡർ കൊടുത്തേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് 2 സൈഡിൽ. ആ സൈഡിൽ ഭിത്തി ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ അവിടെ ബോർഡർ കൊടുത്തിട്ടില്ല കണ്ടോ. ഇതാണ് നമ്മൾ ബോർഡർ കൊടുത്തത്. ഇങ്ങനെ നമ്മൾ ഒരു 4 ഇഞ്ച് നമ്മുടെ പട്ടിക തന്നെയാണ്. അത് മുകളിലോട്ട് കിട്ടാൻ വേണ്ടി ഒരു ബോർഡർ, 4 ഗ്രണ്ടിൻ്റെ ഒരു ബോർഡറും അതിൻ്റെ മുകളിൽ 3 കൊന്നിൻ്റെ ഒരു ബോർഡർ, അതായത് 1 ഇഞ്ച് പുറത്തേക്ക് 3/4 ഇഞ്ചോളം പുറത്തേക്ക് തള്ളി വയ്ക്കാൻ പാകത്തിനാണ് നമ്മളത് കൊടുത്തത്. പിന്നെ 2 കാലും തമ്മിൽ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നതിന് പകരമായിട്ട് നമ്മൾ 1.5 സ്ക്വയർ ട്യൂബ് വെച്ച് ഒരു സ്ക്വയർ ഫ്രെയിം അടിച്ചിട്ടുണ്ട്. അത് 6 ഒരു ഫുൾ സ്ക്വയർ ട്യൂബ്, അതായത് ഗ്രില്ല് 12 5-ൻ്റെ മെഷ്. ആ മെഷ് നമ്മൾ ഏകദേശം നമുക്കൊരു 5.5 എന്ന കളത്തിന് നമ്മൾ കൊടുത്തിട്ട് 2ൻ്റെയും സെൻറ്ററാക്കി വാട്ടർ ലെവൽ ചെയ്ത് അതിൻ്റെ സെൻറ്ററാക്കി മുകളിലോട്ട് ഒരു പിടുത്തം കൊടുത്ത് നമ്മൾ മെഷ് അടിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ കാണാൻ ഒരു ലുക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനോ അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ നമുക്ക് ഫ്ലവർ ഇത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് മറ്റേ മുള്ളു പോലത്തെ ഉള്ള പൂവുള്ള ചെടിയില്ലേ അത് കയറ്റി വിടും. അങ്ങനെ എന്ത് ചെയ്താലും നമുക്ക് ഒരു ലുക്കായിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനർ ഷീറ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. മറ്റേ JSWൻ്റെ തന്നെ ലൈനർ ഷീറ്റ് കൊടുത്തേക്കുക. ലൈനർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീലിംഗ് ഇല്ലെങ്കിൽ തന്നെയും ഇതിനകത്ത് കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പം ഇതേ കൂട്ട് കാർ പോർച്ച്. പിന്നെ നമ്മൾ സാധാരണ കൊടുത്തേക്കണെന്ന് പറഞ്ഞാൽ പാത്തി, യൂറോ കാർഡിൻ്റെ പാത്തി ബാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാട്ടോ നമ്മുടെ കാർ പോർച്ചിൻ്റെ ഒരു രൂപം. അപ്പം ഇതേ കൂട്ട് കാർ പോർച്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കാർ പോർച്ചിനെ പറ്റി എന്തെങ്കിലും സംശയം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോൾ വഴി നമുക്ക് നമ്മളെ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ കൂടെ എന്ത് അയച്ചാലും നമ്മൾ അതിന് മറുപടിയും കാര്യങ്ങളും തരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴ വണ്ണപ്പുറത്താണ് നമ്മുടെ സ്ഥലം. അപ്പം നമുക്ക് പുറത്ത് പോയി അത്രയും ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഇപ്പം നിൽക്കുന്നത്. അതായത് ലോക്കലി നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ കാര്യങ്ങളോ സംശയങ്ങളോ ഇതിനെ പറ്റിയുള്ള എന്ത് ഡീറ്റെയിൽസുകളോ എന്തുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പുതിയ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുവാനും വലിയ ഉപകാരം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.